ഇന്ന് ഞാൻ ഗുരുവായൂർ പോകുന്നത് മാത്രമല്ല കാണിക്കുന്നത്, ഞാൻ ഒരു സ്റ്റോറി കൂടി പറയാം. ഫസ്റ്റ് ടൈം ഞാൻ ഗുരുവായൂരപ്പനെ കാണാൻ പോകുമ്പോൾ ഒരുപാട് പ്ലാൻ ചെയ്തിട്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഗുരുവായൂരപ്പനെ കാണാനും പറ്റിയിട്ടുണ്ടായില്ല. അതിനുശേഷം ഞാൻ ഒരിക്കൽ ഒറ്റയ്ക്ക് പോയി, ഒന്നും പ്ലാൻ ചെയ്യാണ്ട് തലേന്ന് ഇന്ന് ഗുരുവായൂരെ കാണാൻ പോവാന്ന് വിചാരിച്ച് പോയതാണ്. മനസമാധാനത്തോടെ ക്യൂ നിന്ന് ഗുരുവായൂരപ്പനെയും കണ്ടിട്ടാണ് ഞാൻ വീട്ടിലേക്ക് മടങ്ങിയത്. അന്നോട്ട് ഞാനും ഗുരുവായൂരപ്പനും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരുപാട് കാര്യങ്ങൾ കളിയാക്കലും കേട്ടിട്ടുണ്ട്. എന്തിനീ ഇടക്കിടക്ക് ഗുരുവായൂർ പോകുന്നത്, നിനക്ക് അവിടെ ഒരു ജോലി നോക്കിക്കൂടിയ, നിനക്ക് അവിടെ ഒരു വീട് വെച്ചുകൂടി, എന്നാലും നീ ഇടക്കിടക്ക് പോകുന്നത് എന്തെങ്കിലും കാര്യമുണ്ടോ, നീ ആരെ കാണാനാ പോകുന്നതെന്നൊക്കെ ഒരുപാട് ആളെ വായത് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ അറിയാണ്ട് അവിടെ ഒരു ഇല പോലും അനങ്ങൂലെന്നാണ്. ഞാൻ ഒട്ടും പ്ലാൻ ചെയ്യാണ്ട് തലേന്ന് പോവാന്ന് വിചാരിച്ചിട്ട് അധികം പിറ്റേന്ന് പോകുന്നുണ്ടാവില്ലേ. ചിലപ്പോൾ ഗുരുവായൂരപ്പനായിട്ട് എന്നെ തോന്നിപ്പിക്കുന്നതും ആയിരിക്കും. ഞാൻ അവിടെ പോയി എൻ്റെ എല്ലാ സങ്കടങ്ങളായാലും സന്തോഷങ്ങളായാലും ഷെയർ ചെയ്യുന്ന സമയത്ത് കിട്ടുന്നൊരു മനസമാധാനം, അത് ഈ ലോകത്ത് എന്ത് വില കൊടുത്താലും കിട്ടാത്തൊരു സംഭവമാണ്. ഇന്ന് ഞാൻ ഗുരുവായൂരപ്പനെ കണ്ട് മടങ്ങുന്ന സമയത്ത് ഞാൻ എന്തിനാണ് ഇത്രയും നാളും വിഷമിച്ചത്, എനിക്ക് എന്താണ് പ്രശ്നം എന്ന് പോലും എനിക്ക് പറയാൻ അറിയുന്നുണ്ടായിട്ടില്ല. എന്താണ് വിഷമെന്ന് പോലും അറിയാത്ത വിഷമം ഒരൊറ്റ നിമിഷം കൊണ്ട് എനിക്ക് മാറി. ഇപ്പം എൻ്റെ മൈൻഡിൽ കിട്ടിയൊരു സമാധാനം. ഇന്ന് ഗുരുവായൂരപ്പനെ കണ്ട് മടങ്ങുമ്പോൾ ഒരു ചെറിയ സങ്കടം അല്ലാണ്ട് ഞാൻ എൻ്റെ മൈൻഡിൽ അത്രയും ഓക്കെയാണ്, അത്രയും ഹാപ്പിയാണ് ഇപ്പോൾ.